അഫ്ഗാനിലെ അധികാര മാറ്റത്തിനുള്ള ശ്രമങ്ങളുമായി പാകിസ്ഥാൻ. അഫ്ഗാൻ അധികാര കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയപരമായ മാറ്റങ്ങൾക്ക് പാകിസ്ഥാൻ പിന്തുണ നൽകാൻ സാധ്യതയുണ്ടെന്ന സൂചനകൾ നൽകിക്കൊണ്ട് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISI അഫ്ഗാനിസ്ഥാനിലെ പ്രമുഖ പ്രതിപക്ഷ നേതാക്കളായ ഹമീദ് കർസായി, അഷ്റഫ് ഗനി, അഹമ്മദ് മസൂദ്, അബ്ദുൾ റഷീദ് ദോസ്തം എന്നിവരുമായി ആശയവിനിമയം നടത്തിയതായി റിപ്പോർട്ടുകൾ. താലിബാൻ നിലപാട് മാറ്റുന്നില്ലെങ്കിൽ കാബൂളിലെ രാഷ്ട്രീയ മാറ്റത്തിന് പിന്തുണ നൽകുമെന്ന ശക്തമായ അന്ത്യശാസനം ഇസ്ലാമാബാദ് നൽകിയിട്ടുണ്ട്. ഒന്നുകിൽ വ്യവസ്ഥകൾ അംഗീകരിക്കുക, അല്ലെങ്കിൽ ഭരണമാറ്റത്തെ നേരിടാൻ തയ്യാറാകുക എന്നതാണ് പാകിസ്ഥാന്റെ നിലപാട്. അഫ്ഗാൻ മണ്ണിൽ നിന്ന് പ്രവർത്തിക്കുന്ന തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ അടിച്ചമർത്തണമെന്ന് താലിബാൻ രേഖാമൂലം ഉറപ്പു നൽകണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇസ്താംബുളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടു. അതേസമയം ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ താലിബാൻ ഭരണകൂടത്തെ തകർക്കാൻ പാകിസ്ഥാന് തങ്ങളുടെ മുഴുവൻ സൈനിക ശേഷിയും ആവശ്യമില്ലെന്ന് പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് മുന്നറിയിപ്പ് നൽകി. തുർക്കിയും ഖത്തറും മുൻകൈയെടുത്ത് നടപ്പാക്കിയ താൽക്കാലിക വെടിനിർത്തലിന് പിന്നാലെയാണ് ഇസ്താംബുൾ ചർച്ചകൾ നടന്നത്. വെടിനിർത്തൽ ഉണ്ടായിട്ടും പതിറ്റാണ്ടുകളായുള്ള പാകിസ്ഥാന്റെ ആവശ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കുന്ന ഭീകര സംഘടനകൾക്കെതിരെ കർശന നടപടി വേണം. അതിർത്തി കടന്നുള്ള ഭീകരവാദം നിയന്ത്രിക്കാൻ പാകിസ്ഥാൻ വർഷങ്ങളായി താലിബാനിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ചർച്ചകൾ തുടർച്ചയായി പരാജയപ്പെടുകയാണെങ്കിൽ ആഭ്യന്തര അഫ്ഗാൻ പ്രതിപക്ഷത്തിന് പിന്തുണ നൽകാൻ ഇസ്ലാമാബാദ് തയ്യാറെടുക്കുന്നു എന്നാണ് വാർത്ത കേൾക്കുന്നത്, എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും പാകിസ്ഥാന്റെ ക്ഷമ നശിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഫ്ഗാൻ പ്രതിപക്ഷ നേതാക്കളിലേക്ക് തിരിയുന്നതിലൂടെ താലിബാൻ ഒന്നുകിൽ നിലപാട് മാറ്റുക, അല്ലെങ്കിൽ പാകിസ്ഥാൻ പിന്തുണയോടെയുള്ള ഒരു പുതിയ രാഷ്ട്രീയ നേതൃത്വത്തിനെ അവിടെ ഭരണത്തിൽ കൊണ്ടുവരിക എന്ന ഉറച്ച ലക്ഷ്യത്തിലാണ് പാകിസ്ഥാൻ. നിലവിൽ താലിബാൻ സർക്കാർ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ ഒരു റെജൈം ചേഞ്ച് ഉണ്ടാകണമെങ്കിൽ അവിടെ വിമതരുടെ ഒരു പോരാട്ടം തന്നെ ഉണ്ടാകണം. അതിനായിരിക്കാം പാകിസ്ഥാൻ ആക്കം കൂട്ടുന്നത് എന്ന് തന്നെ നമുക്ക് കരുതാം. അഫ്ഗാൻ എന്നും ശക്തമായിട്ടുള്ള പിന്തുണ നൽകിക്കൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു പാകിസ്ഥാൻ. 2021 ശേഷം അഫ്ഗാനിൽ വന്ന താലിബാൻ സർക്കാർ ഇന്ത്യയുമായി ദൃഢ സൗഹൃദം പുലർത്തി പോന്നതോടെയാണ് പാകിസ്ഥാൻ ഈ നിലപാടിന് മാറ്റം വരുത്തിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.